പത്രങ്ങളിലൂടെ ഒന്ന് പോവുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ? ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ആം ആദ്മിയുടെ പ്രതിഷേധവും അനിതയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തന്നെ പത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുകയാണ്. അതല്ലാതെ മറ്റു ചില വാർത്തകളിലേക്ക് കൂടിയാണ് ന്യൂസ് മോർണിംഗ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം പോകുന്നത് മനോരമയിലേക്കാണ്. മനോരമയിലൊരു ചിത്രമാണ്, ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിരിക്കുന്ന ഒരു ചിത്രമാണ്. അതായത് 3 യാത്രികളുമായി സോയൂസ് തിരിച്ചെത്തി എന്നുള്ള അതാണ് ആ വാർത്ത. അതായത് 2 വനിതകൾ ഉൾപ്പെടെ 3 ബഹിരാകാശ യാത്രികരെയും വഹിച്ച് റഷ്യയുടെ സോയൂസ് MS-24 ബഹിരാകാശ വാഹനം കസഖസ്ഥാനിലെ പുൽമേട്ടിൽ സുരക്ഷിതമായി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ആ വാർത്ത. റഷ്യ സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു സോയൂസിനെ ബഹിരാകാശ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. US-ൽ നിന്നുള്ള 4 പേരും റഷ്യയിൽ നിന്നുള്ള 3 പേരും ഇപ്പോഴും ആ നിലയത്തിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ 3 പേർ മാത്രമാണ് തിരിച്ചെത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മാതൃഭൂമിയിലേക്ക് പോകുമ്പോൾ ഒറ്റ പെൺകുട്ടി സംവരണം നിർത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, കേന്ദ്രീയ വിദ്യാലയങ്ങളിലൊക്കെ ഒറ്റ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സുരക്ഷിതമാക്കാനായിട്ടുള്ള അവർക്ക് പ്രവേശനത്തിനുള്ള സംവരണം ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ കേന്ദ്രം നിർത്തലാക്കിയിരിക്കുകയാണ്. അതായത് ഈ പുതിയ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈൻ അപേക്ഷയിൽ നിന്ന് ഈ സംവരണം എടുത്തു മാറ്റിയിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധമുയരുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഗുണമേന്മയുള്ള പൊതുവിദ്യാഭ്യാസം നിഷേധിക്കലാണ് ഈ സംവരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബിനോയ് വിശ്വം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചതടക്കമുള്ള വിവരങ്ങൾ മാതൃഭൂമിയുടെ വാർത്തയിൽ പറയുന്നുണ്ട്. ഇനി ദേശാഭിമാനിയിലേക്ക് പോകുമ്പോൾ NCERT സിലബസ് മാറ്റവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നമുക്കറിയാം. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയതൊക്കെയായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായി കൂടെ ഇടതുപക്ഷത്തിന്റെ നിർവചനവും മാറ്റി എന്നുള്ളതാണ്. മുൻപ് ഈ NCERT പാഠപുസ്തകത്തിൽ ഇടതുപക്ഷം എന്നതിനുള്ള നിർവചനം പാവപ്പെട്ടവരുടെയും അവശ്യ ജനവിഭാഗങ്ങളുടെയും പക്ഷം പിടിക്കുകയും ഈ വിഭാഗങ്ങൾക്കുള്ള സർക്കാർ നയങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ് എന്നായിരുന്നു ഇടതുപക്ഷത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം. എന്നാൽ അതിപ്പോൾ സമ്പദ്ഘടനയിൽ സർക്കാർ നിയന്ത്രണങ്ങൾ വേണമെന്ന് വാദിക്കുന്നവരാണ് ഇടതുപക്ഷം എന്നുള്ള നിർവചനം തന്നെ മാറ്റിക്കളഞ്ഞു എന്നുള്ള വാർത്തയാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. കേരള കൗമുദിയിലേക്ക് പോകുമ്പോൾ നാളെ നടക്കാനിരിക്കുന്ന സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. ഈ സൂര്യഗ്രഹണം പക്ഷേ ഇന്ത്യയിൽ കാണാൻ കഴിയില്ല. കാരണം ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ആഘോഷമാക്കാൻ ആദിത്യ L1 ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ലഗ്രാഞ്ച് പോയിന്റിലാണ് ആദിത്യ L1 ഉള്ളത് എന്ന് നമുക്കറിയാം. ഈ പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ കഴിയുന്നത് US, ഒപ്പം തന്നെ US-ൽ ടെക്സസ് മുതൽ മെയിൻ വരെയുള്ള സംസ്ഥാനങ്ങളിൽ, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലൊക്കെയാണ്. കാരണം ഇന്ത്യക്ക് കാണാൻ കഴിയില്ല. പക്ഷേ വളരെ അത്യപൂർവമായ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് നാളെ നടക്കാനിരിക്കുന്നത് എന്നാണുള്ളത്. ഇന്ത്യ അടക്കം മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് കാണാൻ കഴിയില്ല എന്ന് കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇനി മംഗളത്തിലേക്ക് പോകുമ്പോൾ അവിടെ നവജാത ശിശുക്കളെ വിൽക്കുന്നവർക്കായി രാജ്യം മുഴുവൻ വല വിരിച്ച് CBI എന്നൊരു വാർത്തയാണ്. കാരണം ഇപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് തുടരുന്നു എന്നുള്ളതാണ്. നവജാത ശിശുക്കളെ പണത്തിനായി വിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കായി വല വിരിച്ചിരിക്കുകയാണ് CBI എന്നുള്ള വാർത്തയാണ്. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപക റെയ്ഡാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒപ്പം തന്നെ കേശവപുരം മേഖലയിലെ ഒരു വീട്ടിൽ നിന്ന് 3 നവജാത ശിശുക്കളെ ഏജൻസി രക്ഷപ്പെടുത്തി. നവജാത ശിശുക്കളെ കരിഞ്ചന്തയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതായി CBI വൃത്തങ്ങൾ അറിയിച്ചു. അങ്ങനെ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. അതിനെതിരെ CBI രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ. മാധ്യമത്തിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു എന്നുള്ള വാർത്തയാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമല്ലാത്തതൊക്കെ കാരണം തന്നെ ഈ രോഗം വല്ലാതെ വ്യാപകമാകുന്നുണ്ട്. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ജില്ലയിൽ, അതായത് കോഴിക്കോട് ജില്ലയിൽ 2 പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. എന്താണ് മഞ്ഞപ്പിത്തം, എന്താണ് അതിന് കാരണമാകുന്നത്, രോഗം വന്നാൽ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസിലേക്ക് പോകുമ്പോൾ അത് കാരണം സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സംസ്ഥാനം വളരെ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്. സ്ത്രീ ശാക്തീകരണമൊക്കെ നടപ്പിലാക്കിയ സംസ്ഥാനമാണെന്ന്. പക്ഷേ നമ്മളുടെ ലോക്സഭയിലെ, നമ്മുടെ നിയമസഭകളിലെ വനിതാ പ്രാതിനിധ്യമൊക്കെ എടുത്തു വെച്ചുകൊണ്ടുള്ള ഒരു കണക്കാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇത്തവണ 20 മണ്ഡലങ്ങളിലായി 3 മുന്നണികൾക്കുമായി ആകെ 9 സ്ഥാനാർത്ഥികളാണ്, 9 വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. അതിൽ തന്നെ എത്ര പേർ ഈ പാർലമെന്റിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ നിശ്ചയമില്ല. അങ്ങനെ കേരളത്തിൽ കണക്ക്, അതായത് 1952 മുതലുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഇക്കാര്യത്തിൽ കേരളം വളരെ പിന്നിലാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പത്രങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ.